ഒരു പടത്തിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരേ ഒരു സിനിമ എന്ന് പറയുന്നത് അത് 100% ഏത് വോട്ടിങ്ങിലും സോഷ്യൽ മീഡിയയിൽ ഏത് വോട്ടിങ്ങിലും നമ്പർ 1 വരുന്നത് എപ്പോഴും ബിഗ് ബിയുടെ സെക്കൻഡ് പാർട്ട് ബിലാൽ ആയിരിക്കും. ഇത് നടക്കുകയില്ല എന്നുള്ള മറ്റൊരു കാര്യം. എന്തായാലും ബിഗ് ബി ഇറങ്ങിയിട്ട് അതായത് ഏപ്രിൽ 13, 2007 റിലീസ് ചെയ്ത സിനിമയാണ് ബിഗ് ബി. ഇന്ന് ഇറങ്ങിയിട്ട് 19 വർഷങ്ങളായി. ഞാനൊക്കെ ആദ്യം ആദ്യത്തെ ഷോയ്ക്ക് തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. അതുവരെയും നമ്മൾ കാണാത്ത ഒരു സ്റ്റൈലിഷ് മേക്കിംഗ്, ഒരു പ്രത്യേക രീതിയിലുള്ള മേക്കിംഗ്. നമ്മൾ ജോഷിയും ഷാജി കലേസും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഭയങ്കര വ്യത്യസ്തമായ മേക്കിംഗ്. അന്ന് തിയേറ്ററിൽ അസാധാരണ വിജയമൊന്നും ബിഗ് ബി നേടിയില്ലെങ്കിൽ പോലും പിന്നീട് സോഷ്യൽ മീഡിയയിലും ചാനലിലും ഒക്കെ തരംഗമായിട്ട് മാറി ബിഗ് ബി. ഭയങ്കരം ആയിട്ട് അതിൻ്റെ ഡയലോഗുകളും സീനുകളും ഒക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പടം ബിഗ് ബി തന്നെയാണ്. അതിനകത്ത് മമ്മൂട്ടിയുടെ ക്യാരക്ടറിന് വളരെ പ്രത്യേകതയുണ്ട്. അതിനകത്ത് ഇമോഷൻസ് ഇല്ല, അതായത് മമ്മൂട്ടി കരയുന്നില്ല, അതിനകത്ത് ചിരിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടർ നമ്മൾ അത്ര എളുപ്പമായി ഒരു നടന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും അല്ല. ബിഗ് ബിക്കകത്തെ ബിലാൽ ജോൺ കുരിശങ്കൽ പാട്ട് എല്ലാം ഹിറ്റാണ്. ഈ പറഞ്ഞ പോലെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഒരു രക്ഷയില്ല. ഗൺ ഫൈറ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അമൽ നീരദ് എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ബിഗ് ബിയിലൂടെ. ബിലാൽ വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരുടെയും ചോദ്യം. പക്ഷെ എനിക്ക് തോന്നുന്നത് ബിലാൽ ഒരു 70% വരാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഫേസ്ബുക്കിൽ അമൽ നീരദ് എന്തായാലും മണ്ടനായ ഒരു ഡയറക്ടറൊന്നും അല്ല. ഇത്രയും പടങ്ങളുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ക് ബിലാലിന്റെ തന്നെയാണ്. ഒരുപക്ഷെ മമ്മൂട്ടിയോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണെന്ന് പറഞ്ഞാലും വേറെ ഫോട്ടോസ് ഇടാം. പക്ഷേ ബിലാലിന് ചാൻസ് എപ്പോഴും ഉണ്ട്. ഒരു 70% ഞാൻ അറിഞ്ഞിടത്തോളം അതിൻ്റെ ഈ കോവിഡ് സമയത്ത് അതെല്ലാം റെഡിയാക്കി വെച്ചിരുന്നതാണ്. പിന്നീട് എന്തെങ്കിലുമൊക്കെ പിന്നീടുള്ള മാറ്റങ്ങൾ, സിനിമയിൽ വന്ന മാറ്റങ്ങളുണ്ട്. അതിൻ്റെ കുറേ തിരക്കഥകളിലൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളതുകൊണ്ടാണ്. മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബിലാൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു വമ്പൻ ഇനീഷ്യൽ കളക്ഷൻ നേടും എന്നുള്ളത് സംശയമില്ല. കാരണം ആ ക്യാരക്ടർ അതുപോലെ എസ്റ്റാബ്ലിഷ്ഡ് ആണ് ബിലാൽ ജോൺ കുരിശങ്കൽ. എന്തായാലും ബിലാൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70% നമുക്ക് ഉറപ്പിക്കാൻ ബിലാൽ വരുമെന്ന്. 30% ചാൻസ് കുറവാണ്. 70-30. എന്തായാലും ബിലാൽ വന്നാൽ തകർക്കുമെന്നുള്ളതിൽ സംശയമില്ല.